പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് പൂഞ്ഞാറിൽ തുടക്കമായി. പര്യടനത്തിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവമാസത്തിൽ ഉത്സവങ്ങളെ വെല്ലുന്ന പൈട്ടോടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് തുടക്കമായത്. രാവിലെ മുതൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് എത്തിയ വീണ ജോർജിനെ ഇടതുമുന്നണി പ്രവർത്തകർ ഇലങ്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നിന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് തുറന്ന ജീപ്പിൽ നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ഏന്തയാറിലേക്ക് ആനയിച്ചു. പൂക്കളും പൂമാലകളും നൽകി വീണ ജോർജിനെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. വെടിക്കെട്ടും ചെണ്ടമേളവും നാസിക് ഡോളും എല്ലാം കലർന്ന ഉത്സവ അന്തരീക്ഷത്തിൽ ഏന്തയാർ ജംഗ്ഷൻ ഒരു ജനസമുദ്രമായി മാറി. ഇടതുപക്ഷം എന്നും ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വീണ ജോർജിന് ലഭിച്ച വരവേൽപ്പ്. തുടർന്ന് നടന്ന യോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും ജനകീയ താൽപര്യങ്ങൾ പരിരക്ഷിക്കാനും വീണ ജോർജിന്റെ വിജയം അനിവാര്യമാണെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരാൻ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ തനതായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു താൽപര്യം ഉയർത്തിപ്പിടിക്കാനുള്ള അതിശക്തമായ കരുത്തോടുകൂടി പത്തനംതിട്ടയുടെ ശബ്ദം അവിടെ ഉയരണം. അതിനനുസരിച്ചു നിൽക്കണം. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും അതോടുകൂടി ജനകീയ താൽപര്യം പരിരക്ഷിക്കാനും കഴിയുന്ന രീതിയിലുള്ള വമ്പിച്ച രീതിയിലുള്ള ഒരു നീക്കത്തിന് പത്തനംതിട്ടയിലെ ജനത ഈ തയ്യാറെടുപ്പ് നടത്തണം. LDF നേതാക്കളായ KJ തോമസ്, അഡ്വക്കേറ്റ് K അനന്തഗോപൻ, KP ഉദയഭാനു, അഡ്വക്കേറ്റ് P ഷാനവാസ്, AP ജയൻ, CK ശശിധരൻ, തോമസ് കുന്നപ്പള്ളി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.